പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച് പൊട്ടിച്ചിരിയുടെ ആഘോഷം തീർത്ത ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. നമസ്കാരം. നമസ്കാരം. ഓച്ചിറ പ്രദേശത്തേക്ക് എത്തിയോ? നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ? കണ്ടില്ല. കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു. എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ. പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത്. മനസ്സിലായി. വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാ. സന്തോഷം. ഒരു യാത്ര ഒഴിവായി. പിന്നൊരു കാര്യം, കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം. ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി. സദ്യ ഉണ്ണാനല്ല, ഗുണ്ടാപ്പണിക്കാ വരുത്തിയത്. അക്കാര്യത്തിൽ വിശ്വസിക്കാം. ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. ശവത്തിനെ അല്ല കിട്ടേണ്ടത്, എനിക്ക് അവനെ ജീവനോടെ വേണം. എന്നാലൊരു ഐഡിയ, ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറണ് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്ന് തന്നെ. ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും. അല്ല, നാസിർക്കാരാടാ. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട. നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ അല്ലേ? ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ. നീൻകുട്ടി, നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. തന്റെ മോനെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു. മുക്കാൻ അവനെന്താ തുള്ളി നീല? വാചകം എടുത്ത് നിൽക്കാതെ ഇറക്കി വിടണ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടവാ. പിടിച്ചിറക്കില്ലടാ. പിടിച്ചിറക്കവനെ. അയ്യോ, ഇയാളറിയില്ലേ? ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ട് കഴിയാത്തൊരു മോളുണ്ട്. ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. നിനക്ക് പറ്റുമോ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ, എന്നെ കൊണ്ട് പറ്റില്ല. സോറി ട്ടോ ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. നിക്കേ, എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. നോക്കടാ. അകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്. നീ എന്ത് ചെയ്യാ? ദേഹ പരിശോധന നടത്തുകയാ. ഉണ്ട പോയ കുടത്തിലിട്ടപ്പോഴുണ്ടാണല്ലോ. മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. വേണം. അയ്യോ വേണ്ട, തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ. മാറാ. അല്ല മുതലാളി, അതൊക്കെ എവിടെ? അവനിത് ഇവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളതും ഇല്ലാത്ത കിടക്കാ. കേറടാ. ഒന്ന് നിന്നേ. അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് അത് മനസ്സിലാവും. കൂടുതൽ പറഞ്ഞാൽ അതിന്റെ മോറടിച്ച ഫിങ്ങാക്കും. എന്റെ മുതലാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ. ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോടാ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. വിട്ടികളെ, നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. പാവം, വെറുതെ തല്ലി. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും.
സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്ന. മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? നിൽക്കടാ അവിടെ. എന്നോടാണോ? എന്താ പ്രശ്നം? നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. അയ്യോ, ആളത്തിന്റെ പിടിച്ചേക്കണേ. നോക്കി നിൽക്കാൻ അവരെ പിടിയറ പട്ടികളെ. രാജന്മാർ വരണ്ടേ? അയ്യോ, ശവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങി. ആ, നീ വണ്ടി കയറ്, ഇറങ്ങിയാരി മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. മുതലാളി അവര് രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴിത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 വെറുതെ വായും പൊളിച്ചു നിൽക്കുന്ന നമ്മളെ മുതലാളിയുടെ മേക്കത്ത് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപതാന്ന് ഓടിയനെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും, എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്, ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ പിടിയിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട, ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കും. ഓ ആ, എന്നാ പുറപ്പെടാം. ഹലോ. ആ, ഇന്ന് തന്നെ അയച്ചേക്കണം. ആ, നാളെയെങ്കിലും കിട്ടണം. റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം മെനക്കെടുത്താൻ. ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണമല്ലോ. അതെ, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു, കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തേ ഇത്? കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്, ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച്. ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ, വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട. അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഇരിക്കാൻ ഒരു CN. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ബില്ലിംഗ് തന്നെ I will pay. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ, കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ, പിന്നെ സദ്യക്ക് ബോളിയുണ്ട്. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്.
ഞാൻ പിന്നെ അവള് വന്നു. മായല്ലേ? ആ മഞ്ഞ ഫ്രോക്ക് അടഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽ ബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ നീ എന്നെ കാത്തു. എന്താ പറയാം ഗീതാശിട്ടേ, കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് ಮಾಡ್ತಾಡು. ജൽദി ಹೋಗೋ, നിനക്ക് അവനിಗೆ മധുര ആಗಿದೆ. ഓക്കേ नीना, तुम्हारे पास रेड मारुति है, येलो कलर फ्रॉक है, तुम जल्दी लाल बाग जाओ. कार्तिक तुम्हारे लिए शादी करना चाहते हैं, ठीक है?